ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും ആശുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഒട്ടും തന്നെ സമയം കളയാനായിട്ടില്ല അല്ലേ. വേഗം നമുക്ക് നമ്മുടെ പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും എന്താണെന്ന് നോക്കിയിട്ട് വരാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഇംഗ്ലീഷ് പരീക്ഷയിലെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. റീഡ് ദി സ്റ്റോറി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പം ആദ്യം തന്നെ കൂട്ടുകാർക്ക് അവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു സ്റ്റോറി വായിച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം എഴുതാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ കൂട്ടുകാരെ, അപ്പം നമുക്ക് ആദ്യം സ്റ്റോറി എന്താണെന്ന് നോക്കാം. അമ്മിനി ദി ലിറ്റിൽ ലാമ്പ് വാസ് ഗ്രേസിംഗ് ഇൻ എ ഫീൽഡ്. ഷീ വാസ് അവേ ഫ്രം ഹർ ഫ്ലോക്ക്. ഹേ സ്വീറ്റ് ഗ്രാസ്, ഷീ വാസ് എൻജോയിങ് ദി ഗ്രാസ്. She didn't notice a wolf coming near her. She was afraid on seeing the wolf. Please don't kill me, she pleaded. My stomach is full of sweet grass. If you wait a little, my meat will become more tasty, she added. Dear wolf, let me dance for some time, then the grass in my stomach will digest soon. Yes, the wolf agreed. Can you ring the bell while I dance? The wolf took the bell and started to ring. Hearing the bell, the shepherd reached the place and saved the little lamb. Okay, കൂട്ടുകാരെ, എന്താണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു ലിറ്റിൽ ലാമ്പിൻ്റെയും അതുപോലെ തന്നെ ഒരു വോൾഫിൻ്റെയും സ്റ്റോറിയാണല്ലേ. എന്തായിരുന്നു സംഭവിച്ചത്? നമ്മുടെ ലിറ്റിൽ ലാമ്പിനെ പിടിക്കാനായിട്ട് ആര് വന്നിട്ടുണ്ടായിരുന്നു? വോൾഫ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ലിറ്റിൽ ലാമ്പ് എന്ത് പറഞ്ഞു? ഡോണ്ട് കിൽ മീ, എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് ഇവൾ എന്തുകൂടി പറഞ്ഞു? എൻ്റെ വയറിൽ ഫുൾ എന്താണ്? സ്വീറ്റ് ഗ്രാസ് ആണുള്ളതല്ലേ. നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? എൻ്റെ മീറ്റ് കുറച്ചുകൂടി അധികം ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ അതിന് മറ്റൊരു കാരണം കൂടി പറഞ്ഞു അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഡാൻസ് ചെയ്യാം. ഡാൻസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ വയറ്റിലുള്ള ഗ്രാസ് എല്ലാം പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ വോൾഫ് എന്ത് ചെയ്തു? അതിന് എഗ്രി ചെയ്തു അല്ലേ. ഓക്കെ, എന്നാലും നീ എന്ത് ചെയ്തോ? ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ ലാമ്പ് എന്തുകൂടി പറഞ്ഞു? എൻ്റെ കയ്യിലൊരു ബെല്ലുണ്ട്, ആ ബെല്ല് നീ എന്ത് ചെയ്യേ? റിങ് ചെയ്യിപ്പിക്കുക അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യാം? ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അത് കേട്ടതും നമ്മുടെ വോൾഫ് എന്ത് ചെയ്തു? ആ ബെല്ലങ്ങ് റിങ് ചെയ്യിപ്പിച്ചു അല്ലേ. അത് കേട്ടതും നമ്മുടെ ഷെഫേർഡ് വന്നു അല്ലേ. നമ്മുടെ ഇടയൻ വന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ലിറ്റിൽ ലാമ്പിനെ രക്ഷപ്പെടുത്തി അല്ലേ. അപ്പോൾ ഇതാണ് സ്റ്റോറി. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹു ആർ ദി ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി? ആരൊക്കെയാണ് മക്കളെ? വോൾഫും അതുപോലെ തന്നെ ലിറ്റിൽ ലാമ്പും ആണ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ വാസ് ദി ലിറ്റിൽ ലാമ്പ് അഫ്രെയ്ഡ്? നമ്മുടെ ലിറ്റിൽ ലാമ്പ് എന്തുകൊണ്ടായിരുന്നു അഫ്രെയ്ഡ്? അതായത് പേടിച്ചത് എന്തുകൊണ്ടായിരുന്നു? സീയിങ് ദി വോൾഫ് അല്ലേ. നമ്മുടെ വോൾഫിനെ കണ്ടതുകൊണ്ടാണ് നമ്മുടെ ലിറ്റിൽ ലാമ്പിന് പേടിയായത് അല്ലേ. നെക്സ്റ്റ് വന്ന് നോക്കിക്കേ. ഹു സേവ്ഡ് ദി ലിറ്റിൽ ലാമ്പ്? ആരാണ് ലിറ്റിൽ ലാമ്പിനെ സേവ് ചെയ്തത്? ആരാണ് മക്കളെ? ഷെഫേർഡാണ് സേവ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ ഡിഡ് ദി ലാമ്പ് ആസ്ക് ദി വോൾഫ് ടു വെയിറ്റ് എ ലിറ്റിൽ? എന്തുകൊണ്ടാണ് നമ്മുടെ ലാമ്പ് വോൾഫിൻ്റെ അടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്? എന്തിനായിരുന്നു? അവൾ പറഞ്ഞെന്താണ്? അവളുടെ വയറ്റിൽ നിറയെ എന്താണ്? ഗ്രാസ് ആണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം? അതൊന്ന് ഡൈജസ്റ്റ് ആവണ വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, എങ്കിൽ മാത്രമേ എൻ്റെ മീറ്റിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവൾക്ക് അതിൽ നിന്ന് നമ്മുടെ വോൾഫിൽ നിന്ന് രക്ഷ നേടാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. പിക്ക് ഔട്ട് ദി അനദർ വേർഡ് ഫോർ റിക്വസ്റ്റ് ഫ്രം ദി സ്റ്റോറി. അതായത് നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് റിക്വസ്റ്റിന് പകരം മറ്റൊരു വേർഡ് എഴുതാനാണ്. ഏതാണ് മക്കളെ? പ്ലീഡഡ് ആണ് അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? നന്നായിട്ട് ഒരിക്കൽ കൂടി സ്റ്റോറി വായിച്ചിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആക്ടിവിറ്റി 2 ഡയറി. Here is the crown prince. Only this boy is honest. One day he will rule this kingdom justly. Pingala was so happy on that day. What would he write on his diary?
അപ്പം നമ്മുടെ പിങ്കൽ എന്താണ് അന്നത്തെ രാജാവിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷമായില്ലേ. എന്തായിരുന്നു രാജാവ് പറഞ്ഞിട്ടുള്ളത്? ഇനി ആരാണ് ആ ഒരു കിങ്ഡം ഭരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ പിങ്കലയാണ് അല്ലേ. അപ്പം അന്നേ ദിവസത്തെ അവൻ്റെ ഡയറി എഴുതാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും വർക്കൗട്ട് ചെയ്തിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, ആ സീഡ് കിട്ടിയതും അതുപോലെ തന്നെ ആ ഒരു സീഡ് അവൻ നട്ടതും പിന്നീട് സംഭവിച്ചുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ ഡയറിയിൽ അവൻ എഴുതിയിട്ടുണ്ടായിരിക്കില്ലേ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം കൂട്ടുകാരെ ഡയറി എഴുതാനായിട്ട്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദി ഇവൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. മക്കൾക്ക് അവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ പിക്ചറും നോക്കിയിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്താനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, ഓരോ പിക്ചർ നോക്കുക. ഓരോ പിക്ചറിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഇവൻറ്റ്സ് ഏതാണെന്ന് മക്കൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് 4 ഇവൻറ്റ്സാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്, 4 പിക്ചേഴ്സാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 4 പസിൽ. സം വേർഡ്സ് ആർ ഹിഡൻ ഇൻ ദി ബോക്സ്. നമുക്ക് താഴെ ഒരു ബോക്സ് തന്നിട്ടില്ലേ, അതിൽ കുറച്ച് വേർഡ്സൊക്കെ ഹിഡൻ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് മക്കളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമുക്ക് എന്തുകൂടി തന്നിട്ടുണ്ട്, കുറച്ച് ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സൂചനകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് ഏതൊക്കെ വേർഡ്സാണ് അവിടെ ഹിഡൻ ആയിട്ടിരിക്കുന്നത് എന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഹിൻസ് തന്നതെന്ന് നോക്കാം. Find out the words from the box and fill up the blanks. The hints given below will help you. അപ്പോൾ ആദ്യത്തെ ഹിൻറ്റ് നോക്കിക്കേ. എ കൺട്രി റൂൾഡ് ബൈ എ കിങ്. എ കൺട്രി റൂൾഡ് ബൈ എ കിങ് ഏതാണ് മക്കളെ വരിക? എ കൺട്രി റൂൾഡ് ബൈ കിങ് എന്ന് പറയുമ്പം ഏതാണ്? കിങ്ഡമാണ് അല്ലേ. സെക്കൻഡ് വൺ നോക്കിക്കേ. ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ. ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ എന്ന് പറയുമ്പം ഏത് വേർഡ് നമുക്ക് യൂസ് ചെയ്യാം? ഹോണസ്റ്റ് അല്ലേ. തേർഡ് വൺ നോക്കിക്കേ. എ പേഴ്സൺ who buys and sells things. എ പേഴ്സൺ ഹു ബൈസ് ആൻഡ് സെൽസ് തിങ്സ്. അതായത് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളെ എന്താണ് പറയുക? മെർച്ചൻ്റ് എന്നാണ് പറയുക അല്ലേ. അടുത്ത വൺ നോക്കിക്കേ മക്കളെ. എ മെറ്റീരിയൽ യൂസ് ഫോർ മേക്കിംഗ് ഷൂസ്. ഏതാണ്? ലെതറാണ് അല്ലേ. അടുത്ത നോക്കിക്കേ. എ ചെയിൻ മെയ്ഡ് ഓഫ് ഫ്ലവേഴ്സ്. എ ചെയിൻ മെയ്ഡ് ഓഫ് ഫ്ലവേഴ്സ് എന്താണ് മക്കളെ? ഗാർലാൻഡ് ആണ് ആൻസർ വരുന്നത് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ അവിടെ ആ ഒരു ബോക്സ് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ മക്കളോട് എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ. Rio met his father in the police station. He was so happy to see his father. Father stretched his arms and hugged him. Complete the conversation between father and Rio. ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷനാണ് മക്കളെ? നമ്മുടെ ഫാദറും അതുപോലെ തന്നെ റിയോയും തമ്മിലാണ് അല്ലേ. സിറ്റുവേഷൻ എന്താണ്? നമ്മുടെ റിയോനെ എവിടെയാണ് ഫാദർ കണ്ടിട്ടുള്ളത്? പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് കണ്ടുമുട്ടിയില്ലേ. അപ്പോൾ അവർ ഒരുപാട് ഹാപ്പി ആയില്ലേ. അവൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? കൈകൾ നീട്ടിക്കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഹഗ് ചെയ്തുല്ലേ, കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് നമ്മുടെ ഫാദറും അതുപോലെ തന്നെ റിയോയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കൾക്ക് കോൺവെർസേഷൻ്റെ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മക്കൾ എന്ത് ചെയ്താൽ മതി? അവിടെ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഭാഗം നോക്കാം. ആദ്യം നമ്മുടെ ഫാദർ എന്ത് പറഞ്ഞു നോക്കിക്കേ. ഹേ മൈ സൺ, ആർ യു ഫൈൻ അല്ലേ. ആർ യു ഫൈൻ എന്ന് നമ്മുടെ ഫാദർ ചോദിച്ചു. അപ്പം നമ്മുടെ റിയ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? യെസ് ഫാദർ, ഐ ആം ഓക്കെ അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഐ ആം ഫൈൻ ഫാദർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അതിനുശേഷം നമ്മുടെ ഫാദർ എന്ത് പറഞ്ഞു നോക്കിക്കേ. താങ്ക് ഗോഡ് ഹു ഹെൽപ്ഡ് യു. ദൈവത്തിന് നന്ദി പറഞ്ഞൂലേ. എന്നിട്ട് ചോദിച്ചു, ആരാണ് നിന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിച്ചു. പിന്നെന്താ നമുക്ക് അവിടെ തന്നിട്ടുള്ളത് നോക്കിക്കേ മക്കളെ. യുവർ മദർ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്, ഷാൾ വി ഗോ ഔട്ട്. നിൻ്റെ അമ്മ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? അവിടേക്ക് പുറത്തേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ അവർ സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ വിട്ട ഭാഗങ്ങളാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ പൂർത്തീകരിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആരാ നിന്നെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് റിയോയ്ക്ക് എന്ത് പറയാം? അവിടെയുള്ള പോലീസുകാരോ അല്ലെങ്കിൽ അവിടെ
വന്നിട്ടുള്ള മറ്റാളുകളോ അങ്ങനെ ആരെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ റിയോയ്ക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് പോവാം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? റിയോ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ആ ശരി ഫാദർ അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം പോവാം എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതേ രീതിയിൽ എന്ത് ചെയ്യാം മക്കൾക്ക് ആ ഒരു കോൺവെർസേഷൻ എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് അല്ലേ. നമ്മൾ ഒരുപാട് കോൺവെർസേഷൻ ഈ ഒരു ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആഡ് മോർ ലൈൻസ്. ആഡ് മോർ ലൈൻസ് ആണ് കേട്ടോ. യു ഹാവ് എൻജോയ്ഡ് ദി സ്റ്റോറി ദി ലോസ്റ്റ് ചൈൽഡ്. Rio, the hero of the story, reached back home safely. The whole family is extremely happy. Rio started singing a song. അപ്പോൾ നമ്മുടെ റിയോ എവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് മക്കളെ? വീട്ടിൽ സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും എന്താണ് ഒരുപാട് സന്തോഷത്തിലാണ് അല്ലേ. അങ്ങനെ നമ്മൾ റിയോ എന്ത് ചെയ്തു ഒരു പാട്ട് അങ്ങ് പാടാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൻ പാടിയിട്ടുള്ള പാട്ടിലെ കുറച്ച് ലൈൻസൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിലേക്ക് മക്കളുടെ എന്താണ് പറഞ്ഞത്? കുറച്ചുകൂടി ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള വരികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. This is my pretty home, pretty home, pretty home. Here I have teeny toys to play. This is my charming home, charming home, charming home. Here I have little kites to fly. അപ്പോൾ ഇതേ രീതിയിൽ എന്ത് ചെയ്യാൻ മക്കളുടെ അടുത്ത് കുറച്ചും കൂടി ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.